ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയിൽ വലിയൊരളവോളം ആളുകളും ഈശ്വരവിശ്വാസികളാണ്, ദൈവവിശ്വാസികളാണ്, പ്രാർത്ഥനാവിശ്വാസികളാണ്, ഒരു സ്വർഗരാജ്യം സ്വപ്നം കാണുന്നവരുമാണ്. മരണാനന്തരം വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അവിശ്വാസികളായി തുടരുന്നുള്ളൂ. അവർ മാത്രമാണ് ദൈവമില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത്. ദൈവമുണ്ട് എന്ന് കരുതുന്നവർ അവർ മഹാഭൂരിപക്ഷമാണ്. ഒരു വലിയ സ്വർഗരാജ്യത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ, ഏകാഗ്രമായ തപസ്യയിലൂടെ ഒക്കെ ആ സ്വർഗരാജ്യത്ത് എത്തിച്ചേരാൻ കഴിയും എന്ന് ബഹുഭൂരിപക്ഷം പേരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കവാടങ്ങളായാണ് ദേവാലയങ്ങളും ഈശ്വര ആരാധന സമ്പ്രദായങ്ങളെയുമൊക്കെ അവർ നോക്കിക്കാണുന്നത്. ഒരു വ്യത്യാസം, മരണാനന്തരമാണ് ഈ സ്വർഗപ്രാപ്തി ലഭിക്കുക എന്ന് മതങ്ങൾ അനുശാസിക്കുന്നു, അങ്ങനെ പറയുന്നു. മരണാനന്തരം ഒരു സ്വർഗീയ ജീവിതം, ഒരു സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ ഇവിടെ ഈശ്വര ഭക്തിയോടെ ജീവിക്കുക എന്നാണ് മതങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മരണാനന്തരമൊന്നുമല്ല, ജീവിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യത്ത് എത്തിച്ചേരാം. അത് ഇവിടെ തന്നെ എത്തിച്ചേരുകയും ചെയ്യാം. നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമുഖത്ത് തന്നെ സ്വർഗരാജ്യമുണ്ട്, അവിടെ എത്തിച്ചേരാനാകും എന്ന് കരുതുന്ന വിശ്വാസത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പ്രഖ്യാപനം ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുന്നു. വെറുതെയല്ല, ലീഡ് വാർത്തകളിലാണ് ആ വാർത്ത തരുന്നത്. IS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ആ സ്വർഗരാജ്യമായി അങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നവർ കരുതുന്നത്. ISൽ ചേർന്ന് നാടുവിട്ട 21 ആളുകളുടെ വാർത്തകളാണെന്ന് പത്രലോകം നമുക്ക് തരുന്നത്. അങ്ങനെ നാട് വിട്ടുപോയ ഒരാൾ സ്വന്തം ഭാര്യയ്ക്ക് അയച്ച ഒരു വാട്സപ്പ് സന്ദേശമുണ്ട്. ആ വാട്സപ്പ് സന്ദേശം ഇപ്രകാരമാണ് എന്ന് പത്രം പറയുന്നു: ഞാനിതാ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി എന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക്. ഞാനിതാ നമ്മൾ ജീവിച്ചിരുന്ന നരകമുണ്ടല്ലോ ഈ ഭൂമിയിലെ, എൻ്റെ വീടും നിൻ്റെ വീടും അടക്കമുള്ള ആ നരകം സ്വന്തം ഭാര്യയ്ക്ക് അയച്ച വാട്സാപ്പ് സന്ദേശമാണ്. ഞാനിതാ നരകത്തിൽ നിന്ന് മുക്തി പ്രാപിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ISൻ്റെ ക്യാമ്പിലേക്ക്, ISലേക്ക് കൂറുമാറി അങ്ങോട്ടേക്ക് സഞ്ചരിച്ച് അതിർത്തി താണ്ടിയ ഒരാൾ വാട്സാപ്പ് സന്ദേശം ഭാര്യയ്ക്ക് അയച്ചത്. അതുകൊണ്ടും തീർന്നില്ല. നീ മാതാപിതാക്കളുമായി ഞാൻ താണ്ടിയ ഈ വഴിയിലൂടെ സഞ്ചരിച്ച് ISൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആ ഭരണകൂടം നിൽക്കുന്ന സിറിയയുടെയും ഇറാഖിൻ്റെയും അതിർത്തിയിലോ അഥവാ അഫ്ഗാനിസ്ഥാനിലോ എത്തിച്ചേരുക. അപ്പോൾ നീയും സ്വർഗത്തിലേക്ക് എത്തിച്ചേരും. സ്വർഗരാജ്യത്ത് എത്തിച്ചേരുന്നതിന് പ്രാർത്ഥന വേണ്ട, വഴിപാട് വേണ്ട, ദേവാലയങ്ങൾ വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. മറിച്ച് ഒരു പാസ്പോർട്ട്, അത് കള്ള പാസ്പോർട്ടായാലും നല്ല പാസ്പോർട്ടായാലും ഒരേ കണക്ക് തന്നെയാണ്. കുറേ യാത്രയ്ക്കുള്ള പണവും ചേർത്താൽ ISൻ്റെ ഭൂമിയിലെത്താം. അതാണ് സ്വർഗരാജ്യം എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന പ്രൊഫഷണലുകളുടെ കാര്യം. ഡോക്ടർമാരും എഞ്ചിനീയർമാരും IT മികവ് പ്രദർശിപ്പിച്ചിട്ടുള്ള ആളുകളുമാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ISൻ്റെ പുണ്യഭൂമിയിലേക്ക് സഞ്ചരിച്ചത് എന്ന് നാം ഓർക്കണം. കേരളത്തിനെ തന്നെ ഭീകരവാദത്തിൻ്റെ ഒരു ഹബ്ബാണ് എന്ന് വിലയിരുത്തുന്ന വീക്ഷണങ്ങളുണ്ട്. അതിന് ശക്തി പകർന്നുകൊണ്ട് ഇതാ IS ക്യാമ്പിലേക്ക് മലയാളികൾ സഞ്ചരിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന് മുന്നിൽ മുട്ടുകുത്തി ഇതാണ് സ്വർഗരാജ്യമെന്ന് വിശ്വസിച്ച് തങ്ങൾക്കും ബന്ധുക്കൾക്കും സ്വർഗരാജ്യം സമ്മാനിക്കുന്നതിൻ്റെ ഭാഗമായി യുവ ഡോക്ടർമാർ, അതുമാതിരി തന്നെ മറ്റ് പ്രൊഫഷണലുകൾ ISൻ്റെ ക്യാമ്പിലേക്ക് സഞ്ചരിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ 3 ദിവസമായി പത്രങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ലീഡ് വാർത്ത. ആ ലീഡ് വാർത്തയുടെ തുടർ വാർത്ത നമുക്കിന്ന് മാതൃഭൂമിയിൽ ഇങ്ങനെ വായിക്കാം, കാണുക. ചിലർ IS ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സഞ്ചരിച്ച് പുറപ്പെട്ടു കഴിഞ്ഞ 21 പേരിൽ. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മാതൃഭൂമി തരുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു, ചിലർ IS ക്യാമ്പിൽ. NIA അന്വേഷണം ഏറ്റെടുക്കും. പാലക്കാട് സ്വദേശികൾ മതം മാറിയത് മുംബൈയിൽ വെച്ചാണ് തുടങ്ങിയ വാർത്തകളാണ് നമുക്ക് പത്രലോകം തരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ നിന്ന്
3 കുട്ടികളടക്കം കാണാതായ 19 പേരിൽ ചിലർ ഇസ്ലാമിക് സ്റ്റേറ്റ് ക്യാമ്പിലെത്തിയതായി രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ റോ എന്നീ ഏജൻസികളാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തെ ഇക്കാര്യം അറിയിച്ചത്. ഇവർ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എത്തിയെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാണാതായവരുടെ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇമെയിൽ സന്ദേശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത്. വ്യാജ പ്രൊഫൈലുകളിൽ നിന്നാണ് ഇവർ സന്ദേശം അയച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി. സന്ദേശം അയച്ചത് 4 ഫോൺ നമ്പറുകളിൽ നിന്നാണ്. ഒരു ഇന്ത്യൻ ടെലിഫോൺ നമ്പറിൽ നിന്നും 3 വിദേശ നമ്പറുകളിൽ നിന്നും. ഫോണുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കാണാതായവർ ഒരുമിച്ചോ ചെറിയ സംഘങ്ങളായോ കഴിയുന്നതായാണ് നമ്മുടെ നിഗമനം. ഏതായാലും ഇപ്രകാരം സഞ്ചരിച്ച് പുണ്യഭൂമിയിൽ എത്തിച്ചേർന്ന ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ച അന്വേഷണം അങ്ങ് സ്വർഗരാജ്യത്തല്ല, മറിച്ച് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതാണ് വാർത്തയാക്കി മാതൃഭൂമി ഇന്ന് തരുന്നത്. ആ വാർത്ത മാതൃഭൂമിയിൽ മാത്രമല്ല, പല രീതിയിൽ പല ഭാവങ്ങളിൽ അതിൻ്റെ പല വശങ്ങളാണ് വ്യത്യസ്ത പത്രങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്നത്. മലയാള മനോരമയുടെയും ലീഡ് വാർത്ത ഇത് തന്നെയാണ് കാണുക. IS ബന്ധം 11 പേർക്ക് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതായി മലയാള മനോരമ പറയുന്നു. മനോരമയുടെ ആ വാർത്ത തിരുവനന്തപുരത്ത് നിന്നാണ് സ്വന്തം ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിങ്ങനെയാണ്: IS ബന്ധം 11 പേർക്ക്, ഒരാളെ വഴിമധ്യേ പിടിച്ചു ബോംബെയിൽ നിന്ന്. തൃക്കരിപ്പൂർ സ്വദേശി ഫിറോസ് ഖാൻ ആണ് ബോംബെയിൽ പിടിയിലായത്. കേരളത്തിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷരായ 21 പേരിൽ 11 പേർക്ക് രാജ്യാന്തര ഭീകര സംഘടനയായ ISുമായി ബന്ധമുണ്ടെന്ന് സൂചന ലഭിച്ചതിന് പിന്നാലെ ഒരാൾ മുംബൈയിൽ പിടിയിലായി. തൃക്കരിപ്പൂർ ഇളമ്പച്ചി സ്വദേശി ഫിറോസ് ഖാനെ ഇന്നലെ വൈകിട്ട് മുംബൈ ഡോങ്കരിയിലെ ഹോട്ടലിൽ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ സംഘം പിടികൂടിയെന്നാണ് വിവരം. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും വാർത്ത പറയുന്നു. അങ്ങനെ ഒരാളെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് മറ്റ് ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 11 പേരിൽ ഒരാൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി 10 പേരുടെ അവസ്ഥ എന്ത് എന്ന് ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാനാകും. അത് തുടർ ദിവസങ്ങളിൽ വാർത്തയായി നമ്മെ തേടിയെത്തുകയും ചെയ്യും. ഇനി അപ്രത്യക്ഷരായ മലയാളികളെക്കുറിച്ചുള്ള വാർത്തകൾ കാണുക. അപ്രത്യക്ഷരായ മലയാളികളെക്കുറിച്ച് സംസ്ഥാന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ അന്വേഷണം തുടരുകയാണ്. 21 പേർ നാടുവിട്ട് ISൽ ചേക്കേറിയതായി ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് ആഭ്യന്തര വകുപ്പ് അധികൃതരും DGPയും വ്യക്തമാക്കി. മലയാളികളുടെ IS ബന്ധം സ്ഥിരീകരിക്കുന്നതായി ഒരു റിപ്പോർട്ടും സംസ്ഥാനത്ത് ലഭിച്ചിട്ടില്ല എന്ന് ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ പറഞ്ഞു. DGP ലോക്നാഥ് ബെഹ്റയും ഇതേ നിലപാടിലാണ്. അതേസമയം ISൽ ചേർന്നതായി സംശയിക്കുന്നവരുടെ ബന്ധുക്കൾ നൽകിയ പരാതി പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിച്ച് പിടിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ കാര്യമല്ല യുവാക്കളുടെ തിരോധാനം. യുവാക്കളും ഭാര്യയും കുട്ടിയും അടക്കമൊക്കെ തിരോധാനം നടത്തിയിരിക്കുന്നു. ഈ തിരോധാനത്തെ സംബന്ധിച്ച് ബന്ധുക്കൾ തന്നെയാണ് പോലീസിൽ പരാതിപ്പെട്ടത്. ഇപ്പോൾ കൂടുതൽ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരാതിപ്പെട്ടപ്പോഴാണ് കുടുംബമടക്കം സ്വർഗരാജ്യം തേടി പുറപ്പെട്ട മനുഷ്യരെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തപ്പെട്ടൊരു കാര്യമൊന്നുമല്ല, മറിച്ച് കണ്ടെത്തിയതിന് ശേഷം ISുമായുള്ള ഇതിൻ്റെ ബന്ധം, ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ഇവരുടെ ബന്ധം സംശയിക്കപ്പെടുന്നത് കൊണ്ട് മാത്രം ദേശീയ സുരക്ഷാ ഏജൻസിയിലേക്ക് കേസ് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും വാർത്തകളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലെയുള്ള വാർത്തകൾ ഇതിനു മുമ്പ് 4 പേർ കാശ്മീരിൽ വെടിയേറ്റ് മരിച്ചപ്പോൾ കുറേയേറെ ദിവസങ്ങൾ അതേ സംബന്ധിച്ച വാർത്തകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ സർവ്വസാധാരണക്കാരായ ആളുകളായിരുന്നു. പല ഘട്ടങ്ങളിൽ ഇസ്ലാമിക് ടെററിസം ഉയർത്തിക്കൊണ്ടിരുന്ന താലിബാൻ, ലഷ്കർ-e തൊയ്ബ തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ ചേരാനോ ചേർന്ന് പ്രവർത്തിക്കാനോ അതിലൂടെ ജിഹാദിയിലൂടെ സ്വർഗരാജ്യം പൂകാനോ ഉള്ള കേരളത്തിലെ ചെറുപ്പക്കാരുടെ വ്യാമോഹങ്ങളുണ്ടല്ലോ, അതായിരുന്നു വാർത്തയായി വന്നിരുന്നത്. എങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഏറ്റവും പുതിയ മുഖം, അപരനാമം എന്നറിയപ്പെടുന്ന IS, ഇസ്ലാമിക് സ്റ്റേറ്റ്, അതേ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ചെറുപ്പക്കാർ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. കാണാതായവരെ സക്കീർ നായിക്കിൻ്റെ പ്രസംഗങ്ങൾ സ്വാധീനിച്ചതായി ബന്ധുക്കൾ.
ഇപ്പോൾ നമുക്കൊരു പുതിയ കഥാപാത്രത്തെ ലഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം പണ്ഡിതനും പ്രസംഗകനും ഇവാഞ്ചലിക് സ്പീക്കറാണ്, മതപ്രസംഗകനായ ഡോക്ടർ സക്കീർ നായിക്കാണ് ഈ ആളുകളുടെയൊക്കെ ഒരു ആരാധനാ കേന്ദ്രം, പുതിയ വിഗ്രഹം തുടങ്ങിയ വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാണാതായവരെ സക്കീർ നായിക്കിൻ്റെ പ്രസംഗങ്ങൾ സ്വാധീനിച്ചതായി ബന്ധുക്കൾ കരുതുന്നു. ആ വാർത്തയും മനോരമ 1-ാം പേജിൽ തരുന്നു. അതിങ്ങനെ: ജില്ലയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായവരെ മുംബൈയിലെ പണ്ഡിതൻ സക്കീർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങൾ സ്വാധീനിച്ചതായി ബന്ധുക്കൾ. കാണാതായ യാക്കര സ്വദേശി ഈസ, സഹോദരൻ യഹിയ എന്നിവർ സഹോദരി ഭർത്താവിനെ മുംബൈയിൽ ഒരു പണ്ഡിതൻ്റെ അടുത്തെത്തിച്ചതായും അത് സക്കീർ നായിക്കാണ് എന്ന് സംശയിക്കുന്നതായും ഇവരുടെ പിതാവ് വിൻസെൻ്റ് പറഞ്ഞു. അത്തരം വാർത്തകളും നമുക്ക് ഇപ്പോൾ എത്തുന്നു. ഏതായാലും ഡോക്ടർ സക്കീർ നായിക് ഒരു പുതിയ തീവ്രവാദ പ്രതിരൂപമായി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീവ്രവാദത്തിൻ്റെ അപരനാമധേയമായി അറിയപ്പെടുന്ന ഡോക്ടർ സക്കീർ നായിക്ക് എന്ന് പറയുന്ന ആൾ ആരാണ്? സക്കീർ നായിക്കിൻ്റെ ചാനലിന് ബംഗ്ലാദേശിൽ നിരോധം എന്ന ശീർഷകത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിറാജ് എന്ന പത്രം ഒരു 1-ാം പേജ് വാർത്ത തരുന്നുണ്ട്. ഡാക്ക ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രഭാഷകൻ സക്കീർ നായിക്കിൻ്റെ പീസ് TV ബംഗ്ലാ ചാനലിൻ്റെ സംപ്രേഷണം ബംഗ്ലാദേശ് സർക്കാർ നിരോധിച്ചു. ഭീകരാക്രമണം നടത്തിയവരിൽ ചിലർ സക്കീറിൻ്റെ പ്രഭാഷണം കേട്ട് പ്രചോദിതരായാണ് ആക്രമണം നടത്തിയെന്ന വാദത്തെ തുടർന്നാണ് ചാനലിൻ്റെ പ്രവർത്തനം സർക്കാർ തടഞ്ഞത്. എന്നാൽ ഈ വാർത്ത ഈ സക്കീർ നായിക്ക് തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസംഗം വരികയുണ്ടായി. ഒരു സാഹചര്യത്തിലും താൻ ഹിംസയെ അംഗീകരിച്ചിട്ടില്ലെന്നും അതിനെ പ്രഘോഷിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 20 പേരുടെ മരണത്തിനിടയാക്കിയ ഏറ്റവും പുതിയ തീവ്രവാദ പ്രവർത്തനം തൻ്റെ പ്രേരണ കൊണ്ടാണ് സംഭവിച്ചത് എന്നത് സത്യമല്ല എന്നും ഒക്കെ അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. സക്കീർ നായിക്കിൻ്റെ ചിത്രവും സിറാജ് ഇന്ന് അതിൻ്റെ വാർത്തയിൽ 1-ാം പുറത്ത് തന്നെ തരുന്നു. സക്കീർ നായിക്ക് കേരളത്തിൽ ഒരു വിവാദ നായകനായി മാറുന്നു എന്നതാണ് മറ്റൊരു കൗതുകകരമായ വാർത്ത. ഇതുമായി ബന്ധിപ്പിച്ച് നമുക്ക് ലഭിക്കുന്ന കൗതുകകരമായൊരു വശം, സക്കീർ നായിക്കിനെ അംഗീകരിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന 2 വിഭാഗങ്ങൾ ഈ കൊച്ചു കേരളത്തിലും ഉണ്ടായിരിക്കുന്നു. സക്കീർ നായിക്കിനെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് വരുമ്പോൾ ഇതപര്യന്തം ലീഗ് ഇത്തരം കാര്യങ്ങളിൽ കൈക്കൊണ്ടിട്ടുള്ള നടപടികളിൽ നിന്ന് ഭിന്നമായ ഒരു രീതി മുസ്ലിം ലീഗ് കേരളത്തിൽ സ്വീകരിക്കുന്നുവോ എന്ന സന്ദേഹം നമുക്കുണ്ടാകും. സക്കീറിനെ എന്തുകൊണ്ടാണ് ലീഗ് പിന്തുണയ്ക്കുന്നത്? അതേ സംബന്ധിച്ച വാർത്തകളും ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. ആ വാർത്തകളിലേക്കും അതുമായി ബന്ധിപ്പിച്ച വീക്ഷണങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും നമുക്ക് സഞ്ചരിക്കാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സക്കീർ നായിക്ക് ഒരു തീവ്രവാദിയോ തീവ്രവാദ പദത്തിലൂടെ ആളുകളെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നയാളോ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയോ ഒന്നുമല്ല. 1991 മുതൽ മഹാരാഷ്ട്രയിൽ ഏറ്റവും പരസ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതപണ്ഡിതനും അതുപോലെ പ്രസംഗകനുമാണ്, മതപ്രചാരക പ്രസംഗകനുമാണ്. അഖില ലോക നിലവാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാര രീതികളും വഴികളും പ്രസംഗ പാഠവുമൊക്കെ. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഭീകരവാദിയായി ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ പ്രചരണം അതിനെ തടയാനുള്ള സംഘപരിവാര ലക്ഷ്യമാണ്. അതുമാത്രമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് കരുതുന്നു മുസ്ലിം ലീഗ്. അതുകൊണ്ട് ഇങ്ങനെയാണ് സക്കീറിനെ കാണുന്നത്. ഡോക്ടർ സക്കീർ നായിക്കിനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം പ്രമേയം പാസാക്കി. മഹാരാഷ്ട്ര കേന്ദ്ര സർക്കാരുകൾ ചേർന്ന് ധാക്ക സ്ഫോടനത്തിൽ പ്രചോദനമായി എന്ന് കരുതുന്ന പ്രസംഗം നടത്തി എന്ന ആരോപണത്തിൻ്റെ പേരിൽ സക്കീർ നായിക്കിനെ തീവ്രവാദി എന്ന് മുദ്രകുത്തി വേട്ടയാടുകയാണ്. വിഷയത്തിൽ BJP നേതാക്കളുടെയും കേന്ദ്രമന്ത്രിമാരുടെയും നിലപാട് അപലപനീയമാണ് എന്നും മുസ്ലിം ലീഗ് അതിൻ്റെ പ്രമേയത്തിൽ പറയുന്നു. മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകൾ നായിക്കിനെതിരെ അന്വേഷണം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എതിർക്കുക, അദ്ദേഹത്തെ അപരാധിയാക്കുക എന്നിവയാണ് ലക്ഷ്യം. സ്വതന്ത്രമായ ആശയപ്രചാരണം, മതപ്രചാരണം എന്നിവ അസാധ്യമാക്കി തീർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വതന്ത്രമായ മതപ്രചരണം എന്നിവ ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരെല്ലാം സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ
രംഗത്ത് വരണം എന്നും മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു. അത്തരമൊരു നിലപാട് ലീഗ് എടുത്തിരിക്കുന്നു. അതാണ് ഇതുമായി ബന്ധിപ്പിച്ച ഏറ്റവും പുതിയ ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയുക. IS എന്ന സംഘടന, ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി നിൽക്കുന്ന സംഘടന, ആ സംഘടന റിക്രൂട്ട് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നത് പ്രൊഫഷണലുകളെ മാത്രമാണ് എന്ന് മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ വാർത്ത തരുന്നു. കാണുക, IS റിക്രൂട്ട് ചെയ്യുന്നത് പ്രൊഫഷണലുകളെ മാത്രം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് IS ഇസ്ലാമിക സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് പ്രൊഫഷണലുകളെ മാത്രം. സിറിയയിലും ഇറാഖിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനുള്ള ചാവേറുകളെ അല്ല, അവർക്കെല്ലാം സൗകര്യമൊരുക്കുന്നതിനുള്ള വിദഗ്ധരെയാണ് ഓൺലൈനായും മറ്റും റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് മാതൃഭൂമി നിരീക്ഷിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കടന്നുപോയി എന്ന് നാം സംശയിക്കുന്ന 20ഓളം ആളുകൾ, അവരുടെ കുടുംബങ്ങൾ, അതൊക്കെ പരിശോധിച്ചാൽ മാതൃഭൂമിയുടെ ഈ നിരീക്ഷണം ശരിയാണ് എന്ന് പറയാതെ വയ്യ. പീസ് TV എന്നത് സാക്കിർ നായിക്കിൻ്റെ ആഭിമുഖ്യത്തിലുള്ള TV ആണ് എന്ന് പറഞ്ഞു. നാം ആരും അത് കണ്ടിട്ടില്ല. ഏതായാലും പീസ് TV ചാനലിന് ഇന്ത്യയിൽ അനുമതിയില്ല. ബംഗ്ലാദേശിൽ അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സാക്കിർ നായിക്കിന് എവിടെയും പ്രവേശനാനുമതിയില്ല എന്ന ധാരണ തെറ്റാണ്. ബ്രിട്ടൻ ഒഴിച്ച് എവിടെയും പ്രവേശനാനുമതി നിഷേധിക്കപ്പെടാത്ത ഒരാളാണ് സാക്കിർ നായിക്ക് എന്നും സോഷ്യൽ മീഡിയകൾ ഉദ്ഘോഷിക്കുന്നു. ഏതായാലും പീസ് TV ചാനലിനെ സംബന്ധിച്ച വാർത്ത മാതൃഭൂമി തരുന്നതിങ്ങനെ: വിവാദ മതപ്രഭാഷകൻ സക്കീർ നായിക്കിൻ്റെ പ്രസംഗങ്ങൾ സംപ്രേഷണം ചെയ്ത പീസ് TV ചാനൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഡൗൺലിങ്ക് ചെയ്യാൻ അനുമതിയില്ലാത്ത ചാനലുകളുടെ സംപ്രേഷണം തടയണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയമാണ് നിർദ്ദേശം നൽകിയത്. ഇനി അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു വിഭാഗം, ഒരുപക്ഷെ ആ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിച്ചുകൂടായിക ഇല്ല. അതാണ് പലപ്പോഴും നമ്മുടെ സമുദായത്തിൽ കണ്ടുവരുന്ന ഒരു രീതി. അന്വേഷണമൊക്കെ നല്ല ഒരു കാര്യമാണ്. പക്ഷേ അന്വേഷണം നടത്തുമ്പോൾ അന്വേഷണത്തിൻ്റെ പേരിൽ ഇസ്ലാമോഫോബിയ, അതായത് സംഘപരിവാർ നടത്താൻ സാധ്യതയുള്ള മുസ്ലിം വിരോധമുണ്ടല്ലോ, മുസ്ലിമിനെ പേടിക്കേണ്ടതാണ് എന്ന് പ്രചരിപ്പിച്ച് നടത്തുന്ന മുസ്ലിം വിരോധം, ലവ് ജിഹാദ് തുടങ്ങിയ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ആ മുസ്ലിം വിരോധ പ്രവർത്തനത്തെ നാം ജാഗരൂകതയോടെ കാണണം എന്ന് പറയുന്നത് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന ഭാഗം ഇന്ന് കേരളീയം പേജിൽ മാധ്യമം തരുന്നു. അതിങ്ങനെ: ഇസ്ലാമോഫോബിയ വളർത്താനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്കെതിരെ ജാഗരൂകരാകണം MA ബേബി. ISുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ ഉപയോഗിച്ച് നാട്ടിൽ ഇസ്ലാമോഫോബിയ വളർത്താൻ സംഘപരിവാർ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ പുരോഗമനവാദികൾ ജാഗരൂകരായിരിക്കണമെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷവും മതേതരവാദികളാണ്. മുസ്ലിങ്ങളുടെ താൽപ്പര്യത്തിനെതിരാണ് ഇസ്ലാമിക തീവ്രവാദം. അപകടകരമായ മുസ്ലിം പേടിയിൽപ്പെട്ടാവരുത് മുസ്ലിം വർഗീയതയെയും തീവ്രവാദത്തെയും നേരിടുന്നത്. ഈ മുസ്ലിം പേടി കേരളത്തിലെ സമാധാനകാംക്ഷികളായ മനുഷ്യർ തമ്മിൽ അനാവശ്യമായി വിദ്വേഷമുണ്ടാക്കാൻ വഴിവെക്കും എന്നും അദ്ദേഹം താക്കീതിൻ്റെ സ്വരത്തിൽ സംസാരിക്കുന്നു. ഒരു വശത്ത് IS അഖില ലോക നിലവാരത്തിൽ സംഘടന ആയി ചേരുന്ന സാഹചര്യത്തിൽ മറുവശത്ത് പടിഞ്ഞാറൻ ശക്തികളുടെ സൈനിക സൃഷ്ടിയായ നാറ്റോയുണ്ടല്ലോ, ആ നാറ്റോ ഒന്നിച്ച് ISനെ എതിർക്കാൻ ആഗോളതലത്തിൽ തന്നെ സംഘം ചേരുന്നു. അങ്ങനെ രണ്ട് ശക്തികൾ മുഖാമുഖം വന്നിരിക്കുന്നു. പടിഞ്ഞാറൻ ഡെമോക്രസി അംഗീകരിക്കുന്ന നാറ്റോ ഒരു വശത്തും മറുവശത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ സംഘവും മുഖാമുഖം വരുന്നതിൻ്റെ വാർത്ത ദീപിക അന്തർദേശീയ പുറത്ത് തരുന്നു. കാണുക, ISനെതിരെ പോരാടാൻ ഇറാഖിൽ നാറ്റോയുടെ പരിശീലന കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭീകരപ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ സഖ്യകക്ഷി സേനകളുടെ പരിശീലന കേന്ദ്രം ഇറാഖിൽ സ്ഥാപിക്കാൻ ധാരണയായി. വാഴ്സായിൽ ഇന്ന് ചേരുന്ന ഉച്ചകോടിയിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും എന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥൻ അറിയിച്ചു എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ സൈന്യം അങ്ങോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ പരിശീലന കേന്ദ്രം ആരംഭിക്കാനും പോകുന്നു. പണ്ട് ഇറാഖ് ആക്രമണത്തെ സംബന്ധിച്ച് ഇപ്പോൾ കുറ്റസമ്മതം നടത്തുന്ന ബ്രിട്ടീഷ് പഴയ പ്രധാനമന്ത്രി ആ വാർത്തകളൊക്കെ അല്ലെങ്കിൽ ആ ചരിത്രമൊക്കെ ഇപ്പോൾ നാം ഓർമ്മിക്കുന്നത് തികച്ചും നല്ല ഒരു കാര്യമായിരിക്കും. IS ഭീകരതയുമായി ബന്ധിപ്പിച്ച് ലോകമിപ്പോൾ സഞ്ചരിക്കുന്ന രീതികൾ ഇങ്ങനെയാണ്.
അതിൻ്റെ ഒരു അനുരണനം ഈ കൊച്ചു കേരളത്തിൽ കാസർഗോഡും പാലക്കാടും വരെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയിൽ കിടക്കുന്ന കാശ്മീരിൻ്റെ അവസ്ഥ എന്ത്? കാശ്മീർ സംഘർഷം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. മരണം 21 കഴിഞ്ഞിരിക്കുന്നു, സംഘർഷത്തിന് ശമനമില്ല. കാശ്മീരിൻ്റെ ആ സംഘർഷ വാർത്ത ഇന്ന് ദേശാഭിമാനി ലീഡ് വാർത്തയാക്കി നമുക്ക് തരുന്നു. പേർ ഇതുവരെ കൊല ചെയ്യപ്പെട്ട കാശ്മീർ താഴ്വരയിലെ സംഘർഷത്തെ സംബന്ധിച്ച വാർത്ത ദേശാഭിമാനി ലീഡ് വാർത്തയിൽ ഇങ്ങനെയാണ് തരുന്നത്. ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ ബുർഹാൻ മുസഫർ വാനി സൈനിക നീക്കത്തിൽ മരിച്ചതിനെ തുടർന്ന് കാശ്മീരിൽ ഉടലെടുത്ത സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 21ആയി. 96 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേർ ഞായറാഴ്ച പുലർച്ചെ മരിക്കുകയും ചെയ്തു. ഇന്ത്യൻ താഴ്വാരം കത്തുമ്പോൾ മോദി ആഫ്രിക്കയിൽ ചെണ്ട കൊട്ടി കളിക്കുന്നു എന്ന നിലയ്ക്ക് ഒരു വാർത്ത, അതും ഒരു അപഹാസ്യ സ്വഭാവത്തോടു കൂടിയ വാർത്ത ദേശാഭിമാനി 1-ാം പേജിൽ പ്രത്യേക പ്രാധാന്യത്തോടെ പ്രധാന വാർത്തയ്ക്കൊപ്പം തരുന്നു. കാശ്മീർ കത്തുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി ചെണ്ട മുട്ടുന്നു. താഴ്വര കത്തുമ്പോൾ മോഡി ചെണ്ട കൊട്ടുന്നു. കാശ്മീർ കത്തിയെരിയുമ്പോൾ താൻസാനിയയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെണ്ട കൊട്ടി രസിച്ചത് വിവാദമാകുന്നു. ദാറുൽ സലാമിൽ താൻസാനിയൻ പ്രസിഡന്റ് ജോൺ പോംബെ ജോസഫ് മഗുഫുലിക്കൊപ്പമാണ് മോഡി പരമ്പരാഗത വാദ്യോപകരണം കൊട്ടി രസിച്ചത്. പ്രതിപക്ഷ പാർട്ടികളും സോഷ്യൽ മീഡിയയുമാണ് പ്രധാനമന്ത്രിയുടെ ചെണ്ടകൊട്ടൽ അനുചിതമായി എന്ന് വിമർശിച്ചത്. ഇന്ന് ആ ചെണ്ടകൊട്ടൽ ചിത്രമുണ്ടല്ലോ, ആ ചിത്രം മംഗളം അതിൻ്റെ അവസാന പുറത്ത് നമുക്ക് ചിത്രം ആയി തരികയും ചെയ്തിരിക്കുന്നു. ശിശുക്ഷേമ സമിതിയിൽ വൻ ക്രമക്കേട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നിരിക്കുന്നു. പുതിയ അംഗങ്ങളെ നിയമിച്ചതിലും കുഞ്ഞുങ്ങളെ ദത്ത് നൽകിയതിലും വരെ വലിയ ക്രമക്കേടാണ് സംഭവിച്ചിരിക്കുന്നത്. അതേ സംബന്ധിച്ച് അന്വേഷണം വരാൻ പോകുന്നു. ആ വാർത്ത മലയാള മനോരമ പ്രാദേശികം പേജ് നമുക്ക് തരുന്നത് കാണുക. ശിശുക്ഷേമ സമിതിയിൽ വൻ ക്രമക്കേട് എന്ന റിപ്പോർട്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ ശുപാർശ. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ വൻ ക്രമക്കേടെന്ന് സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട്. പുതിയ അംഗങ്ങളെ നിയമിച്ചതിലും കുട്ടികളെ ദത്ത് നൽകിയതിലും ഉൾപ്പെടെ വൻ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്. ഈ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ പഴയ ചെയ്തികൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് നിയോഗിക്കപ്പെടുന്നു. ഇന്ന് മാധ്യമം എന്ന പത്രം 1-ാം പുറത്ത് ഒരു വാർത്ത നമുക്ക് തരുന്നുണ്ട്. മാധ്യമം മാത്രമാണ് ആ വാർത്ത ഇന്ന് നമുക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. 1957 EMSൻ്റെ ആദ്യ മന്ത്രിസഭ ഏകോപിത കേരളത്തിന് ശേഷം വന്ന ആദ്യ മന്ത്രിസഭ മുതൽ VS അച്യുതാനന്ദന് കഴിഞ്ഞ മന്ത്രിസഭ വരെയുള്ള മന്ത്രിസഭയിൽ ആ മന്ത്രിസഭകളെല്ലാം എടുത്ത പൊതുക്കടം, ആ കടത്തേക്കാൾ ഇരട്ടിക്കടമാണ് കഴിഞ്ഞ ഒറ്റ അവസ്ഥ കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് എടുത്തിരിക്കുന്നത്. അതുവഴി പൊതുകടം 1.5 ലക്ഷം കോടി പിന്നിട്ടിരിക്കുന്നു എന്ന വസ്തുത ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വലിയൊരു പ്രചരണായുധവും അതുതന്നെയായിരുന്നു. പക്ഷേ ഈ കടം കയറി വരുന്നതിൻ്റെ അവസ്ഥ അവസാനിക്കാൻ പോകുന്നില്ല. 2 വർഷം കഴിയുമ്പോൾ 2 ലക്ഷം കോടിയുടെ കടബാധ്യത കേരളത്തിനുണ്ടാകും എന്ന് നിരീക്ഷിക്കുന്നു മാധ്യമം. അതിൻ്റെ 1-ാം പേജിൽ ഈ ബഷീർ തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത ഇങ്ങനെ തരുന്നു. പലിശ നൽകാനും പഴയ കടത്തിൻ്റെ തിരിച്ചടവിനുമായി പ്രതിമാസം 1025 മുതൽ 1375 കോടി രൂപ വരെ വേണ്ടിവരുമെന്ന് സർക്കാരിൻ്റെ ഇടക്കാല സാമ്പത്തിക രേഖ. നേരത്തെ എടുത്ത കടങ്ങൾ വരും വർഷങ്ങളിൽ വൻതോതിൽ മടക്കി കൊടുക്കേണ്ട സമയമാണ്. അടുത്ത 2 വർഷത്തിനിടെ സംസ്ഥാനത്തിൻ്റെ പൊതുകടം 2 ലക്ഷം കോടിയിലെത്തും എന്നും രേഖയിൽ പറയുന്നു. സംഭ്രമജനകമായ കടക്കഥകളാണ് ഇതെല്ലാം എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നുണ്ട്. ബംഗാളിൽ CPM കോൺഗ്രസുമായി ധാരണയോടെയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. കിട്ടിയതോ 22 സീറ്റ്, കോൺഗ്രസിന് അതിൻ്റെ ഇരട്ടി 44 സീറ്റ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ അവസ്ഥ, ഈ ധാരണ കൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യം ചർച്ച ചെയ്യപ്പെടുന്നു. എങ്കിലും ഈ ധാരണ കൊണ്ട് തൽക്കാലം ഒന്ന് ശ്വസിക്കാം എന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോഴും കോൺഗ്രസ്സുകാർ പറയുന്നത്. അതേ സംബന്ധിച്ച് ബുദ്ധിജീവികളുടെ ഇടയിൽ എന്തൊക്കെ തരം ചർച്ചകളാണ് നടക്കുന്നത്. ആ വാർത്ത മലയാള മനോരമ വർത്തമാനം പുറത്തു തരുന്നു. കോൺഗ്രസ് വിരോധം യുക്തിരഹിതം, അടവ് നയം തലതിരിഞ്ഞത്. CPM ബുദ്ധിജീവികൾ ബംഗാളിൽ അങ്ങനെയാണ് കരുതുന്നത്. കേരളത്തിൽ UDFുമായി സഹകരിക്കില്ലെന്ന രീതി മാറ്റണമെന്ന ആവശ്യം. പാർട്ടി നയങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തി ഇർഫാൻ ഹബീബും സയേറ ഹബീബും. ജോമി തോമസ് ആ വാർത്ത ഇങ്ങനെ. ബംഗാളിൽ കോൺഗ്രസുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടിനെ ചൊല്ലി CPM നേതൃനിരയുള്ള കടുത്ത ഭിന്നത പാർട്ടി പക്ഷത്തെ ബുദ്ധിജീവികളിലേക്കും വ്യാപിക്കുന്നു.
കോൺഗ്രസ് വിരുദ്ധത യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് ഇർഫാൻ ഹബീബ് നിലപാടെടുത്തിരിക്കുന്ന കാര്യമാണ് ഈ വാർത്തയിൽ മനോരമ പറയുന്നത്. PB അംഗങ്ങൾ ദൈവങ്ങളല്ല എന്ന് ബംഗാളിലെ CPM അയയുന്ന ലക്ഷണമേയില്ല. കോൺഗ്രസ്സുകാരുമായി ചങ്ങാത്തമുണ്ടാക്കിയ CPM ബംഗാൾ ഘടകത്തിൻ്റെ തെറ്റിത്തിരുത്താനുള്ള പോളിറ്റ് ബ്യൂറോയുടെ ശ്രമം പരാജയപ്പെട്ടു. PB അംഗങ്ങൾ ദൈവങ്ങളല്ലെന്നും ഡൽഹിയിലിരിക്കുന്നവർക്ക് സംസ്ഥാനത്തെ സ്ഥിതി അറിയില്ല എന്നും സംസ്ഥാന കമ്മിറ്റി തറപ്പിച്ച് പറയുന്നു എന്നും മലയാള മനോരമ ഈ വാർത്തയിൽ നമ്മോട് പറയുന്നുണ്ട്. ഭൂമിയുടെ രേഖ ലഭിക്കാത്തതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു വില്ലേജ് ഓഫീസിൽ ഒരാൾ വന്ന് ബോംബ് പൊട്ടിച്ച കഥ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പത്രങ്ങളിൽ വായിച്ചതാണ്. ഇപ്പോഴിതാ റീസർവേയുമായി ബന്ധിപ്പിച്ച് അത് നടക്കാതെ പോയപ്പോൾ ഒരു വീട്ടമ്മ നെടുങ്കണ്ടത്ത് ആത്മഹത്യ ചെയ്ത വാർത്താമംഗളം 1-ാം പേജിൽ തരുന്നു. അതിങ്ങനെ: റീസർവേ അധികൃതരുടെ അനാസ്ഥ മൂലം കിടപ്പാടം നഷ്ടപ്പെടുമെന്ന വിഷമത്തിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. ഉടുമ്പൻചോല മേലെ ചെമ്മണ്ണൂർ ചെട്ടിശ്ശേരി സജിയുടെ ഭാര്യ ബെറ്റി 44 മരിച്ചത്. ഫയലുകളിൽ അപേക്ഷകളിൽ മനുഷ്യ ജീവിതങ്ങളാണുള്ളത് എന്ന് പിണറായി വിജയൻ പറയുന്നത് ഈ തരുണത്തിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ മുഖപ്രസംഗം. IS വിപത്തിനെ കുറിച്ചാണ് മാതൃഭൂമി ഇന്ന് മുഖപ്രസംഗം നമുക്ക് തരുന്നത്. ആ വിപത്ത് വാതിൽപ്പടിക്കൽ എത്തി നിൽക്കുന്നു എന്നാണ് മാതൃഭൂമി നിരീക്ഷിക്കുന്നത്. അതേ സംബന്ധിച്ച് മാതൃഭൂമിയുടെ മുഖപ്രസംഗം പറയുന്നത് കാണുക. കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പെട്ടെന്ന് കാണാതായ 16 ചെറുപ്പക്കാർ ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ചേർന്നിരിക്കുന്നു എന്നാണ് വാർത്തകൾ. ആ വാർത്തകളെ മുൻനിർത്തി മാതൃഭൂമി പല നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യദ്രോഹകരവും ജനദ്രോഹകരവും മതങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സന്മാർഗത്തിന് വിരുദ്ധമായ ഭീകരവാദത്തിൻ്റെ വഴിയിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവജനങ്ങളാണ് എന്നതാണ് അമ്പരപ്പിക്കുന്ന വസ്തുത. അവരിൽ ചിലരാകട്ടെ വൈദ്യശാസ്ത്രം പഠിച്ചവരും. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ മാത്രം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി മതഭീകരവാദ സംഘടനകൾ നടത്തിയ ആക്രമണങ്ങളിൽ 100 കണക്കിന് ആളുകളാണ് വധിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെയും പെട്ടെന്ന് ആളുകളെ കാണാതാകുന്നു. പിന്നീട് സംശയാസ്പദമായ സന്ദേശങ്ങൾ ലഭിക്കുന്നു. ഇതിനെതിരെ സംഘം ചേർന്ന് എല്ലാവരും പ്രചാരണങ്ങൾ നടത്തണം, അതിനെതിരെ താക്കീതുകൾ നൽകണം എന്ന് ഈ മുഖപ്രസംഗം പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. നമ്മുടേത് ഒരു വലിയ രാജ്യമാണ്, ഒരു ഉപഭൂഖണ്ഡം പോലെ വലിയ രാജ്യം. അതിനാൽ ഒരു വശത്ത് വേനലുണ്ടാകുമ്പോൾ മറുവശത്ത് പേമാരി വർഷം പെയ്യുകയും ചെയ്യും. ഈ ചിത്രം കാണുക. ഇത് ഒരു അലഹബാദ് ദൃശ്യമാണ്. മഴ പെയ്ത് വെള്ളം കയറിയപ്പോൾ ഗംഗ കരകവിഞ്ഞൊഴുകി. ആറിനരികിലൂടെ റോഡിലൂടെ കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെ ചിത്രം ഇന്ന് ഹിന്ദു ഉൾപേജിൽ തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.